ഇന്ത്യയിൽ ഉത്ഭവിച്ച അല്ലെങ്കിൽ ബ്രീഡ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് വന്ന നായകളെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നത്. ഇന്ത്യൻ ബ്രീഡ്സ് ഓഫ് ഡോഗ്സ്. നമ്മുടെ നാട്ടിൽ പ്രധാനമായിട്ട് ലാബ്രഡോർ, ജർമ്മൻ ഷെപ്പേർഡ്, റോട്ട് വീലേഴ്സ്, ഷിറ്റ്സു എന്നിങ്ങനെ ഫോറിൻ ബ്രീഡുകളെയാണ് കൂടുതൽ കാണുന്നതെങ്കിലും നമ്മുടെ നാടൻ നായകളെ നമ്മൾ മറക്കുന്നത് ശരിയല്ലല്ലോ. മാത്രമല്ല, ഇനി ആരെങ്കിലും നാടൻ നായകളെ അഡോപ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും. നമ്മുടെ മറ്റു നാടൻ ബ്രീഡുകളെ പോലെ, ഇപ്പോൾ പശുക്കളിലായാലും ആടുകളിലായാലും ഉള്ള നാടൻ ബ്രീഡുകളെ പോലെ തന്നെ നമ്മുടെ നാടൻ നായകളും നമ്മുടെ ക്ലൈമറ്റായിട്ടും ചൂടായിട്ടും ഒക്കെ അഡാപ്റ്റ് ചെയ്ത് വന്നവരാണ്. മാത്രമല്ല, നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന പല തരം രോഗങ്ങൾക്കും ഇവർക്ക് നാച്ചുറലായി തന്നെ പ്രതിരോധമുണ്ട്. ഇനി നാടൻ നായകളാണെങ്കിൽ ഒരു ഇൻറ്റൻസ് ബ്രീഡിങ് സ്ട്രാറ്റജി വഴി ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ള നായകളല്ല. അതുകൊണ്ട് തന്നെ ഇവരൊക്കെ നാച്ചുറലി സെലക്ട് ചെയ്ത് വന്നിട്ടുള്ള നായകളാണ്. ഈ കാരണം കൊണ്ട് തന്നെ പല ജനിതക രോഗങ്ങളും ഇവർക്ക് വരാനുള്ള സാധ്യതയും വളരെ കുറവാണ്. ഒരു കാലം വരെ നമ്മുടെ സംസ്കാരമായിട്ടും സ്റ്റാറ്റസ് ആയിട്ടും ഒക്കെ നിലനിന്നിരുന്ന പല നാടൻ ബ്രീഡുകളും ഇന്ന് വംശനാശത്തിന്റെ വക്കിലാണ്. ഇതിന് പ്രധാന കാരണം മറ്റു നാടൻ നായകളെ വിൽക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ ഒരു പരിധി വരെ നമ്മുടെ നാടൻ നായകളെയൊക്കെ സൈഡിലേക്ക് ഒതുക്കിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഈ സൈഡിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന നായകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എൻ്റെ പേര് ഡോക്ടർ മേഘ വിൽസൺ. ഞാനൊരു വെറ്റിനറിയൻ ആണ്. ആനിമൽ റിലേറ്റഡ് അല്ലെങ്കിൽ വെറ്റിനറി റിലേറ്റഡ് കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഡു ഫോളോ മൈ ചാനൽ ദ വെറ്റ് വോയിസസ്. നമ്മളൊന്ന് പുറത്തിറങ്ങിയാൽ കാണുന്ന ലൈറ്റ് ബ്രൗൺ കളറിലുള്ള നായകളില്ലേ, അവരിൽ തന്നെ നമുക്ക് തുടങ്ങാം. ഇന്ത്യൻ നേറ്റീവ് ഡോഗ്സ് അല്ലെങ്കിൽ ഇന്ത്യൻ പാരിയ ഡോഗ്. അതും അല്ലെങ്കിൽ നാടൻ നായ, അല്ലെങ്കിൽ ഇനി ഹിന്ദിക്കാർ വിളിക്കുന്ന പോലെ ദേശി കുത്ത എന്നൊക്കെ ഇവർക്ക് പേരുണ്ട്. നിയമ സിനിമയാണ് ഇവർക്കൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് കൊടുത്തത്. പക്ഷേ ഇവർ ഓൾറെഡി ഒരു ഇന്റർനാഷണൽ സെലിബ്രിറ്റീസ് ആണ്. ലോകത്തിൽ ഏറ്റവും പ്രായമേറിയിട്ടുള്ള അല്ലെങ്കിൽ പഴക്കമേറിയിട്ടുള്ള ബ്രീഡുകളിൽ ഒന്ന് എന്ന നിലയിൽ നാഷണൽ ജോഗ്രഫിക് ചാനലിന്റെ സെർച്ച് ഫോർ ദ ഫസ്റ്റ് ഡോഗ് എന്ന ഡോക്യുമെന്ററിയിലും ഇന്ത്യൻ പാരിയ ഡോഗ് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷം മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഒരുപാട് പേര് ഇവരെ അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നിട്ട് വന്നിട്ടുമുണ്ട്. ഏകദേശം 4500 വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഈ നായകൾ ഭൂമിയിലുണ്ട്. മോഹൻജദാരോ എന്നൊക്കെ ലഭിച്ചിട്ടുള്ള തലയോട്ടികൾ ഈ നായകളുടെ തലയോട്ടികളായിട്ട് സാമ്യമുള്ളവരാണ്. പിന്നെ പല കേവ് പെയിന്റിങ്സിലും കാണുന്ന നായകൾ ഇവരോട് സാമ്യമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഈ നായകൾ മനുഷ്യരായിട്ട് ഇണങ്ങി ജീവിച്ചിരുന്നതിന് ഇഷ്ടം പോലെ തെളിവുകളുണ്ട്. ജംഗിൾ ബുക്കിന്റെ ഓതറായിട്ടുള്ള റുഡിയാർഡ് കിപ്ലിങ്ങും ഈ നായകളെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഇന്ത്യയിൽ മാത്രമല്ല, ശ്രീലങ്ക, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, നേപ്പാൾ എന്നീ സ്ഥലങ്ങളിലൊക്കെ ഈ നായനെ കാണാം. ഇവരുടെ ഈ പാരിയ എന്ന് പറഞ്ഞിട്ടുള്ള പേര് തമിഴ്നാട്ടിലും കേരളത്തിലും കാണുന്ന പറയർ എന്ന ട്രൈബിന്റെ ഇംഗ്ലീഷ് വൽക്കരിച്ച പേരാണ്. നല്ല ബുദ്ധിയുള്ള സ്നേഹമുള്ള നായക്കളാണ് ഇവർ. പലപ്പോഴും നമ്മുടെ അറ്റൻഷൻ സീക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ പലതും ചെയ്യാറുണ്ട്. മാത്രമല്ല, ഇനിയിപ്പോൾ റോഡിലുള്ള നായകൾക്ക് നമ്മൾ ഒരു നേരത്തെ ഭക്ഷണം കൊടുത്താൽ തന്നെ അതിനിരട്ടി സ്നേഹം അവർ നമ്മളോട് കാണിക്കാറുമുണ്ട്. ആദ്യമായിട്ട് നായ വളർത്തുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ഇന്ത്യൻ നേറ്റീവ് ഡോഗ്സ്. ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരൊരു ലോ മെയിൻ്റനൻസ് ബ്രീഡാണ് എന്നുള്ളത് തന്നെയാണ്. അതായത് ഇവർക്ക് ഗ്രൂമിങ് അധികം വേണ്ട. ഇതിനൊരു പ്രധാന കാരണം അവർക്ക് രോമം കുറവാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ബ്രഷിങ് വല്ലപ്പോഴും ചെയ്താൽ മതി. പിന്നെ ബോഡി ഓഡർ, അതായത് നായകളുടെ ശരീരത്തിൽ നിന്നുണ്ടാകുന്ന ഒരു സ്മെല്ല് ഇവർക്ക് വളരെ കുറവായതുകൊണ്ട് തന്നെ അധികം ബുദ്ധിമുട്ടില്ലാണ്ട് നോക്കാൻ പറ്റുന്ന ഒരു ബ്രീഡാണ് ഇവർ. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ നാച്ചുറലി ഇവോൾവ് ചെയ്തിട്ടുള്ള ഒരു ബ്രീഡ് ആയതുകൊണ്ട് ജനിതക രോഗങ്ങൾ ഇവർക്ക് ഉണ്ടാവുക കുറവാണ്. ഇനി നാച്ചുറലി ഇവോൾവ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു ബ്രീഡ് ഉണ്ടാക്കുന്ന സമയത്ത് ആ ബ്രീഡിന് എന്തെങ്കിലും അസുഖം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ മെഡിക്കലിയോ അല്ലെങ്കിൽ സർജിക്കലിയോ അത് ക്ലിയർ ചെയ്യാൻ നോക്കും. ഇതിനുള്ളൊരു മേജർ ഉദാഹരണമാണ് ഹിപ്പ് ഡിസ്പ്ലേഷ്യ എന്നുള്ളത്. ഇതൊരു ജനിതക രോഗം ആയതുകൊണ്ട് തന്നെ ഈ നായകൾക്ക് ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളിലേക്കും ഈ രോഗം ഉണ്ടാകാനുള്ള സാധ്യത നമ്മൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ നാച്ചുറലി ഇവോൾവ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ ആരും ഇന്റർഫിയർ ചെയ്യാണ്ട് പ്രകൃതി തന്നെ സെലക്ട് ചെയ്യുന്ന നായകളാണ്. അതായത് പ്രകൃതിയിൽ ജീവിക്കാൻ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർ ഭക്ഷണം കിട്ടാതെ മരിച്ചു പോകുന്നു. അതുകൊണ്ട്
ആ ജീനുകൾ ബ്രീഡ് ചെയ്യുന്നതിന് മുന്നേ നശിച്ചു പോകുന്നതുകൊണ്ട് തന്നെ പ്രകൃതിയിൽ നിന്ന് ഇല്ലാണ്ടിയാവുന്നു. അതുകൊണ്ട് തന്നെ നാടൻ നായകളിൽ സ്വാഭാവിക മരണങ്ങൾ മാത്രമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതല്ലാതെ ഇവർ മരിക്കുന്നത് റാബീസ് കാരണം, ആക്സിഡൻസ് കാരണം, അല്ലെങ്കിൽ ഭക്ഷണം ലഭിക്കാതെ, അല്ലെങ്കിൽ ട്യൂമർ കാരണം മാത്രമാണ്. ഇതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. നാടൻ നായ്ക്കളെ അധികം പേരും വളർത്താത്തത് കൊണ്ട് തന്നെ റിസർച്ചുകൾക്കായിട്ടും അല്ലെങ്കിൽ ഹോസ്പിറ്റലിലും എത്തുന്ന കേസുകളും കുറവാണ്. ഒരുപക്ഷെ അതും ഒരു റീസൺ ആവാം ഇതിന്. ഇനി ഇവരെ വളർത്തുന്ന സമയത്ത് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവരുടെ ഭക്ഷണക്രമമാണ്. നാടൻ നായകൾ സ്കാവഞ്ചേഴ്സ് ആണ്. സ്കാവഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭക്ഷണത്തിന് വേണ്ടി ഒരുപാട് അലഞ്ഞു തിരിഞ്ഞ് കണ്ടുപിടിക്കുന്നവർ. അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് ഒരു ഭക്ഷണം കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ ഭക്ഷണം കിട്ടുമോ കിട്ടില്ലേ എന്നുള്ളത് ഇവർക്ക് ഉറപ്പില്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ കിട്ടുന്ന ഭക്ഷണങ്ങൾ വയറ് നിറയെ കഴിക്കുക എന്നുള്ളത് ഇവരൊരു സ്വഭാവമാണ്. പ്രകൃതിയിൽ നിലനിന്ന് പോകാൻ ഇത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ നാടൻ നായകളെ വീട്ടിൽ വളർത്തുകയാണെങ്കിൽ ഈ കൊടുക്കുന്ന ഭക്ഷണത്തിൽ നിയന്ത്രണം നമ്മൾ തന്നെ വെക്കണം. അതായത് ഇന്ന് നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം എത്രയാണോ അത് മൊത്തം ഈ നായകൾ കഴിക്കും. നാളെ കിട്ടുമോയെന്ന് അറിയാത്തതുകൊണ്ടാണ് ഇവർ കഴിക്കണത്. പക്ഷെ നാളെ അത്ര ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാലും ഇവരത് മൊത്തം കഴിക്കും. എന്നാൽ അവരുടെ ശരീരത്തിന് ഇത്രയും ഭക്ഷണത്തിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. ഇതൊരു നാച്ചുറൽ ടെൻഡൻസിയാണ്. അതുകൊണ്ട് വീട്ടിൽ വളർത്തുന്ന നായകൾക്ക് ഭക്ഷണം നിയന്ത്രിക്കേണ്ടത് പെറ്റ് ഓണറിൻ്റെ ഉത്തരവാദിത്തമാണ്. ഇല്ലെങ്കിൽ ഈ നായകൾ ഓവർവെയിറ്റ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇവർ വളരെ നോയ്സി ആയിട്ടുള്ളൊരു ബ്രീഡാണ്. വീടിനടുത്ത് തെരുവുനായകൾ ഉണ്ടെങ്കിൽ തന്നെ ഇവരുടെ അതിർത്തിയിലേക്ക് മറ്റൊരാളോ അല്ലെങ്കിൽ ഇവരുടെ കൂട്ടത്തിൽ ഇല്ലാത്തൊരു നായോ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ബഹളം നമ്മൾ പലപ്പോഴും എക്സ്പീരിയൻസ് ചെയ്യാറുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇഷ്ടമില്ലാത്ത ജീവികൾ, അതായത് കോഴി, കുറുക്കൻ, മറ്റു നായ്ക്കൾ, ഇതൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ നിർത്താതെ കുരയ്ക്കുന്നത് ഒരു പതിവായിരിക്കും. അതുകൊണ്ട് ചെറുപ്പത്തിൽ തന്നെ ഇതിന് വേണ്ട ട്രെയിനിങ് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി ട്രെയിനിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്ന് വെച്ചാൽ എനർജി വളരെ കൂടുതലുള്ള നായകളാണ് ഇവർ. ഫോക്കസ് അതുപോലെ തന്നെ കുറവാണ്. അതുകൊണ്ട് നല്ല ക്ഷമയോടെ വേണം ഇവരെ ട്രെയിൻ ചെയ്തെടുക്കാൻ. ഒരുപാട് നേരം ഒരേ കളി കളിക്കുന്നത് ഇവർക്ക് ബോറിംഗ് ആയിട്ട് തോന്നും. അതുകൊണ്ട് തന്നെ ട്രെയിനിങ്ങിൽ എൻഗേജ്ഡ് ആക്കി നിർത്താൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇന്ത്യൻ നേറ്റീവ് ഡോഗ്സ് തെരുവിലുള്ള മറ്റു നായ്ക്കളായിട്ട് ബ്രീഡ് ചെയ്തുകൊണ്ട് തന്നെ ഇവർക്കൊരു ബ്രീഡ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയാൻ കഴിയില്ല. മിക്ക കെനൽ ക്ലബ്ബുകളും ഇവരെ രജിസ്റ്റർ ചെയ്തിട്ടുമില്ല. പക്ഷെ US ബേസ്ഡ് ആയിട്ടുള്ള പാഡ് സൊസൈറ്റി, അതായത് പ്രിമിറ്റീവ് ആർബോറിജിനൽ ഡോഗ് സൊസൈറ്റി മാത്രമാണ് ഇവർ റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ളൂ. അമേരിക്കൻ റാർ ബ്രീഡ്സ് അസോസിയേഷനും ഇവരെ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടി നോക്കുന്നതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്നിട്ടുള്ള നായകളിൽ ഏറ്റവും അധികമുള്ളത് ഈ ബ്രീഡുകളാണ്. ഇനിയും ഒരുപാട് ഇന്ത്യൻ ബ്രീഡുകളുണ്ട്. പക്ഷെ വീഡിയോ ഒരുപാട് നീട്ടുന്നില്ല. മറ്റ് ബ്രീഡുകളെ ഇനി വരുന്ന വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.